നമസ്കാരം. ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. പ്രശസ്ത സിനിമ സീരിയൽ മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൃദയാഘാതം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് നടൻ ചോറ്റാനിക്കരയിൽ എത്തിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിമിക്രി വേദികളിലൂടെ ആണ് നവാസ് മലയാളികൾക്ക് സുപരിചിതൻ ആകുന്നത്. പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമാവുകയും അങ്ങനെ നിരവധി സിനിമകളിൽ വേഷപ്പകർച്ചയിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തു. ടെലിവിഷൻ ഷോകളിലുമൊക്കെ എല്ലാവർക്കും പരിചിതമായ മുഖമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, മരണകാരണം ഹൃദയാഘാതം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തത വന്നിട്ടുണ്ടോ? അഭിലാഷ്, ഏറെ വേദനയോടുകൂടിയും ദുഃഖത്തോടുകൂടിയും തന്നെയാണ് മിമിക്രി കലാകാരനായ കലാഭവൻ നവാസിന്റെ അന്ത്യവാർത്ത പുറം ലോകം അറിയുന്നത്. 51 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രായം. എന്നാലും പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ഹൃദയാഘാതമാണ് മരണകാരണം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും കൂടുതൽ പരിശോധനകളുടെ ആവശ്യമുണ്ട്. ഹോട്ടൽ മുറിയിലടക്കം പോലീസ് പരിശോധന നടത്തുകയാണ്. ഹോട്ടൽ ഇന്ന് പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ 25-ാം തീയതി മുതൽ ചോറ്റാനിക്കരയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ആ സിനിമയുടെ പാക്കപ്പ് ആയിരുന്നു. അതിനുശേഷം ആ ഹോട്ടൽ ചോറ്റാനിക്കരയിൽ തന്നെ ഉള്ള ഹോട്ടൽ വൃന്ദാവൻ എന്ന ഹോട്ടലിലായിരുന്നു ഇതിന്റെ സിനിമയുടെ അഭിനേതാക്കളും മറ്റ് അംഗങ്ങളെല്ലാവരും തന്നെ റൂം എടുത്തിരുന്നത്. അവിടെയായിരുന്നു നവാസും താമസിച്ചിരുന്നത്. ഇന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം രാത്രിയോടുകൂടി അദ്ദേഹം ബാഗ് എടുക്കുന്നതിന് വേണ്ടി റൂമിലേക്ക് വന്നതാണ്. സമയം കഴിഞ്ഞു, ചെക്കൗട്ടിന്റെ സമയം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് റൂം പോയി ഈ ഹോട്ടൽ മുറി റൂമിലെത്തി പരിശോധിക്കുമ്പോഴായിരുന്നു മുറിയിൽ താഴെ വീണ് കിടക്കുന്ന, കമിഴ്ന്ന നിലയിൽ വീണ് കിടക്കുന്നതായി കണ്ടെത്തിയത്. പെട്ടെന്ന് തന്നെ ഹോട്ടലിലെ മറ്റ് ആളുകളെയും ഇതിന്റെ അണിയറ പ്രവർത്തകരെയും ഒക്കെ വിവരം അറിയിച്ച് ചോറ്റാനിക്കര പോലീസ് എത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഹൃദയാഘാതം എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയുന്ന വിവരം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ ആയിരിക്കും മൃതദേഹം വിട്ടു നൽകുന്ന നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ വേദനയോടുകൂടി തന്നെയാണ് കലാഭവൻ നവാസിന്റെ മരണവിവരം പുറം ലോകം അറിയുന്നത്. 51 വയസ്സായിരുന്നു അദ്ദേഹം മരണപ്പെടുമ്പോൾ. കലാഭവനിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ വലുതും പ്രധാനപ്പെട്ട നായിക കഥാപാത്രങ്ങളായിട്ടൊന്നുമല്ല മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ പോലും അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളെല്ലാം നമ്മൾ ഓർത്തെടുക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോകളൊക്കെ, ഈ മാലപ്പടക്കം എന്ന് പറയുന്ന ചിരിയുടെ മാലപ്പടക്കം തീർക്കുക എന്ന് പറയുന്ന വളരെ കുറച്ച് കലാകാരൻ മാത്രമേ മലയാള സിനിമയ്ക്കുള്ളൂ. അതിലൊരു വ്യക്തി തന്നെയായിരുന്നു കലാഭവൻ നവാസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ സിനിമകൾ, അതിൽ നമ്മളെ പെട്ടെന്ന് നമുക്ക് കലാഭവൻ നവാസ് എന്ന് പറയുമ്പോൾ ഒരു സിനിമയിൽ ഒരു ബസ് കണ്ടക്ടറായി അദ്ദേഹം വരുമ്പോൾ അതിൽ കൊടകര കൊടകര എന്ന്